എല്ലാവർക്കും PSC മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എല്ലാവരും നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി മനഃശാസ്ത്രം, വിവരാവകാശ നിയമം, ജയിൽ വകുപ്പ് ഇതിൻ്റെയൊക്കെ റിവിഷൻ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റഡ് ആണ്. കാണാത്തവർ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നോക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയിന്റിലേക്ക് പോവാം. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ദേശീയ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വരാൻ കാരണമായ UN സമ്മേളനം ഏതാണ് ചോദ്യം. ഏത് സമ്മേളനമാണ്? 1991 പാരീസ് സമ്മേളനമാണ്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ദേശീയ തലത്തിൽ മനുഷ്യാവകാശ നിയമവും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വരാൻ കാരണമായ UN സമ്മേളനം ഏതാണ്? 1991 പാരീസ് സമ്മേളനമാണ്. ഈ നിയമം നിലവിൽ വന്നതെന്ന അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നതെന്ന 1993 സെപ്റ്റംബർ 28-ന്. 1993 സെപ്റ്റംബർ 28-ന്. ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഇന്ത്യ എന്ന രാജ്യം മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഈ നിയമത്തിൽ 8 അധ്യായങ്ങളും അതുപോലെ തന്നെ 43 സെക്ഷനുകളും 8 അധ്യായങ്ങളും 43 സെക്ഷനുകളും ഉണ്ട്. ഈ നിയമം 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏത് നിയമം? നമ്മൾ പഠിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 2006-ലും 2019-ലും. അവസാനമായിട്ട് 2019-ലാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഭേദഗതി ചെയ്തിട്ടുള്ളത്. എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങൾ. എത്ര സെക്ഷൻ ഉണ്ട്? 43 സെക്ഷനുകൾ. അപ്പോൾ നമ്മൾ 8 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അധ്യായം എന്താ? എല്ലാ നിയമം പോലെ തന്നെ പ്രിലിമിനറി. രണ്ടാമത്തെ അധ്യായം എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. രണ്ടാമത്തെ അധ്യായം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. അധ്യായം 3-ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും. അധ്യായം 3 പ്രവർത്തനങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചുമാണ്. അധ്യായം 4 നടപടിക്രമങ്ങളെക്കുറിച്ച്. അധ്യായം 4 നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 2 നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 7 എന്താണ്? അധ്യായം 7 കമ്മീഷന്റെ ധനകാര്യം, അക്കൗണ്ട്, ഓഡിറ്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 8 എല്ലാ നിയമം പോലെ തന്നെ പലവക. ഓക്കെ, പലവക. അപ്പൊ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. 43 സെക്ഷനുകൾ. 43 സെക്ഷനുകളും 8 അധ്യായങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഉള്ളത്. 2 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് നിയമം. ലാസ്റ്റ് 2019. 2006-ലും 2019-ലാണ്. അവസാനമായിട്ട് 2019-ലാണ്. അപ്പോൾ അടുത്ത പോയിന്റ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ 2(1)(d) പ്രകാരം ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായി പ്രതിപാദിക്കുന്നത് എന്താ? ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമത്വവും അന്തസ്സും. ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും. ഏതാണ്? 2(1)(d). സെക്ഷൻ 2(1)(d). ഓക്കെ, അടുത്ത പോയിന്റ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതും അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഇന്ത്യയിലെ കോടതികൾ അംഗീകരിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അത് സ്റ്റേറ്റ്മെന്റൊക്കെ ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു പോയിന്റ് ആട്ടോ. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന 1993 ഒക്ടോബർ 12. PYQ ക്വസ്റ്റ്യൻ ആണ്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ്, ന്യൂഡൽഹി എന്നേ ചോദിക്കാറുള്ളൂ പൊതുവെ. ഇനി സ്റ്റേറ്റ്മെന്റിലൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ന്യൂഡൽഹി എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ആസ്ഥാനം ന്യൂഡൽഹിയുമാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ. ഓക്കെ, കാവൽ നായ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല.
പാർലമെന്റ് ഉണ്ടാക്കിയ മനുഷ്യാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അതായത് ഭരണഘടനയിൽ പറയുന്നില്ല, അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ, സ്ഥിരാംഗങ്ങൾ അതായത് അല്ലെങ്കിൽ മുഴുവൻ സമയം അംഗങ്ങൾ, അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 13 പേരാണ് ഉള്ളത്. ഓക്കെ, 13 പേരാണുള്ളത്. ഓക്കെ, 13 പേരാണ് ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. അതിന്റെ ഒരു എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഒരു ചെയർപേഴ്സൺ, 5 സ്ഥിരാംഗങ്ങൾ, 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അപ്പൊ ടോട്ടല് 13 പേര്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര? 7 പേരാണ്. ഓക്കെ, 7. പിന്നെ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 5 സ്ഥിരാംഗങ്ങളിൽ നമുക്ക് നോക്കാം. 5 സ്ഥിരാംഗങ്ങളിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിയോ ആയിരിക്കണം. അടുത്ത ആള്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. പിന്നെ വരുന്ന 3 പേര്, ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളിൽ അറിവും പ്രായോഗിക പരിജ്ഞാനമുള്ള വ്യക്തികളായിരിക്കണം. അതിൽ ഒരാൾ വനിതയുമായിരിക്കണം. ഇതാണ് ഇമ്പോർട്ടന്റ്. അതിൽ ഒരാൾ വനിതയുമായിരിക്കണം. അത് സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാം. അടുത്ത പോയിന്റ് നോക്കാം. 2019 ഭേദഗതി പ്രകാരമാണ് മനുഷ്യാവകാശ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള അംഗങ്ങളുടെ എണ്ണം 2-ൽ നിന്ന് 3 ആക്കിയതും. നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, 2-ൽ നിന്ന് 3 ആക്കി. ഓക്കെ, അതിൽ ഒരാൾ വനിതയായിരിക്കണമെന്ന് കൂട്ടിച്ചേർത്തത് 2019 ഭേദഗതി പ്രകാരമാണ് കേട്ടോ. ഓർത്തു വെക്കണം. അതായത് ആദ്യം 2 പേരായിരുന്നു, ഇപ്പൊ നിലവിൽ 3 പേരാണ്. എന്തില്? ഈ വിഷയങ്ങൾ, മനുഷ്യാവകാശ വിഷയങ്ങളിൽ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ 5 അംഗങ്ങളിൽ 3 അംഗങ്ങൾ മനുഷ്യാവകാശ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് പറഞ്ഞു. ഇവര് ആദ്യം ഈ 2019 ഭേദഗതിക്ക് മുമ്പ് 2 പേരായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ 3 പേര് സെലക്ട് ചെയ്യുന്നു. ആ 3-ൽ ഒരാൾ വനിതയുമായിരിക്കണം എന്നാണ് 2019 ഭേദഗതി പ്രകാരം ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു 7 പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആ 7 പേര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 1, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്, അല്ലാതെയും വന്നിട്ടുണ്ട് കേട്ടോ. ഈ 7 പേരും ഓർത്ത് വെക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ, അംഗപരിമിതരുടെ ചീഫ് കമ്മീഷണർ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? അതൊന്നും നിങ്ങൾ ഒന്നുകൂടി നോക്കുക, അങ്ങോട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക, എന്നിട്ട് കാണാപ്പാഠം തന്നെ പഠിക്കുക. ഈ 7 ആൾക്കാരും കാണാപ്പാഠം പഠിക്കുക. ഓക്കെ, ഇതിൽ അംഗമല്ലാത്തതാര്, അംഗമായതാര്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്നതിനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി റിട്ടയർഡ് ചെയ്ത ആളാകണം. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാകണം. ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിൽ കയറുന്ന പോയിന്റ്സ് അതൊക്കെ. 2019 മനുഷ്യാവകാശ നിയമത്തിലെ ഭേദഗതിക്ക് മുൻപ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്നതിനുള്ള യോഗ്യത റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു. ഓക്കെ, അത് ഓർത്തു വെക്കണം കേട്ടോ. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്നതിന് യോഗ്യരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. PYQ ക്വസ്റ്റ്യൻ ആണ്. APOന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ചോദിച്ച PYQ ചോദ്യമാണ് കേട്ടോ. നേരിട്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സെക്രട്ടറി ജനറൽ ആയിരുന്നു അന്ന് ആൻസർ വന്നിരുന്നത്. അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലിന്റെ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അധികാരത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ അധികാരം ഒഴിച്ചുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ജുഡീഷ്യൽ അധികാരം ഒഴിച്ചുള്ള ബാക്കി എല്ലാ അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്ന സെക്രട്ടറി ജനറലിന് ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, തന്നിരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിൽ തലവനായിട്ടുള്ള ആൾക്ക് വേണ്ട യോഗ്യത. അതായത് നമ്മൾ
ഓൾറെഡി പറഞ്ഞ കാര്യം കേട്ടോ. അതാണ് ഈ പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചതാണ്. അതിൻ്റെ ആൻസറാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്കിൽ കുറയരുത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാലാവധി പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി പറയുന്നുണ്ട് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അതിലേതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ, ചെയർമാൻ 3 വർഷ കാലാവധിക്ക് ശേഷം വീണ്ടും ചെയർമാനായി നിയമിക്കപ്പെടുന്നതിന് യോഗ്യനാണ്. ഓക്കെ, ചെയർമാൻ 3 വർഷ കാലാവധിക്ക് ശേഷം വീണ്ടും ചെയർമാനായി നിയമിക്കപ്പെടുന്നതിന് യോഗ്യനാണ്. അംഗങ്ങൾ 3 വർഷ കാലാവധിക്ക് ശേഷം വീണ്ടും അംഗമാകാനും യോഗ്യരാണ്. ഓക്കെ അല്ലേ? അതായത് രണ്ടിനും, അതായത് വീണ്ടും നിയമിക്കാൻ യോഗ്യനാണ് രണ്ടുപേർക്കും, ചെയർമാനും ഉണ്ട് അംഗങ്ങൾക്കും ഉണ്ട്. ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുക്കുന്നത് ആരാ? പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള ഒരു 6 അംഗ സമിതി. 6 പേരുള്ള സമിതിയാണ് ഈ ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ അതിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു 6 അംഗ സമിതിയാണ്. ആ 6 അംഗ സമിതിയിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളത്. അപ്പൊ പ്രധാനമന്ത്രി എന്തായാലും ഒരു അംഗമാണ്. ബാക്കി 5 പേര് ആരൊക്കെ നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രി അധ്യക്ഷൻ. രണ്ടാമത്തെ ആള് ലോകസഭാ സ്പീക്കർ. മൂന്നാമത്തെ ആള് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. നാലാമത്തെ ആള് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും. അതങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കുക. 6 പേരും കാണാപ്പാഠം പഠിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയില്ല, ആരൊക്കെയുണ്ട് ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വരും. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാ? രാഷ്ട്രപതി. അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്കാണ്. ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നീ കാരണങ്ങൾ കൊണ്ട് നീക്കം ചെയ്യപ്പെടാം. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള പരാതികളിൽ മേൽ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? കേന്ദ്ര സർക്കാരിനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്കാണ്. വാർഷിക റിപ്പോർട്ട് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വാർഷിക റിപ്പോർട്ട് സർക്കാർ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും കൈമാറുന്നു. ഇനി എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ? ഒക്കെ അത് നോക്കാം. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ മനുഷ്യാവകാശ ബോധവൽക്കരണം നടത്തുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ കഴിയുന്ന ഉചിതമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വമേധയാ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ അധികാരമുണ്ട്. തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് ഇന്ത്യയിലെ ഏത് ജയിലിലും സന്ദർശനം നടത്താം. മനുഷ്യാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ അവലോകനം ചെയ്ത് കൂടുതൽ ശുപാർശകൾ നൽകാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നമ്മൾ ഇങ്ങോട്ട് മനസ്സിൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ വെക്കുക എന്തൊക്കെയുണ്ട് അധികാരങ്ങളും അതുപോലെ തന്നെ ചുമതലകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട. ഓക്കെ, പരാതികളുടെ അന്വേഷണത്തിന് മേൽ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഓക്കെ, ഓർത്തു വെക്കണം. പരാതികളുടെ അന്വേഷണത്തിന് മേൽ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും. ഒരു സംഭവം നടന്നത് 1 വർഷത്തിന് മുമ്പ് ആണെങ്കിൽ അത്തരം പരാതികളിൽ കമ്മീഷന് ഇടപെടാൻ അധികാരമില്ല. അതായത് 1 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളിൽ കമ്മീഷനിൽ ഒരു വർഷം മുമ്പ് നടന്ന പരാതികൾ ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും കമ്മീഷന് ഇടപെടാൻ അധികാരമില്ല എന്നാ പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ അധ്യക്ഷൻ ആരാ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാ നോക്കാം. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഫസ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. PYQ ക്വസ്റ്റ്യൻ ആണ്. APOന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരാംഗമായ ആദ്യ വനിത ആരാണ്? ഫാത്തിമ ബീവി. ഓക്കെ, പിന്നെ ഫാത്തിമ ബീവിയുടെ ഒരു ജീവചരിത്ര ബുക്ക് ഉണ്ട്, അതായത് നീതിയുടെ ധീരസഞ്ചാരം. അതാരാണ് ഗ്രന്ഥം രചിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ KT അഷ്റഫ് ആണ് കേട്ടോ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളി ചോദിച്ചിട്ടുണ്ട്. KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നതും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ ദളിത് വ്യക്തിയും KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് അധ്യക്ഷനായിരുന്ന മലയാളി ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ഇതൊക്കെ ഓർത്തു വെക്കണം. നമ്മളിപ്പോ ദേശീയം കഴിഞ്ഞു. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്നാണ് നിലവിൽ വന്നത്? 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. PYQ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് മുന്നേ. 1998 ഡിസംബർ 11. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിസംബർ 10 സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 അത് മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്ഥാപിക്കപ്പെട്ടത്. ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ അധ്യായം 5 നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? മൊത്തം 3 പേരാണുള്ളത്. ഒരു അധ്യക്ഷൻ 2 അംഗങ്ങളും. ദേശീയത്തിന്റെ കേസിൽ മൊത്തം 1 + 5 + 7 ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഈ കേസിൽ വരുമ്പോൾ ആകെ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുന്നതിനുള്ള യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായാൽ മതി. ഓക്കെ, മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളതോ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളതോ ഹൈക്കോടതി ജഡ്ജി റിട്ടയർ ചെയ്ത ആളോ ആയിരിക്കണം. അതുമല്ലെങ്കിൽ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജിയായി 7 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളാകണം. മറ്റൊരാൾ മനുഷ്യാവകാശ മേഖലകളിൽ നല്ല പരിചയമുള്ള ആളാകണം. നമുക്ക് വായിച്ചാൽ കിട്ടുന്നതാണ്, മനസ്സിലാക്കി പോവുക. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിലാക്കി പോവുക. ഓക്കെ, എന്താണ് ഡിഫറൻസ്, ദേശീയവും അതുപോലെ തന്നെ സംസ്ഥാനം തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കാര്യം നമുക്ക് ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരുന്നു. സംസ്ഥാനത്തിന്റെ കേസ് വരുമ്പോൾ ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേന്ദ്രത്തിന്റെ കാര്യം അല്ലെങ്കിൽ ദേശീയത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു 6 അംഗ സമിതിയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും സെലക്ട് ചെയ്തിരുന്നത്. ഈ കേസിൽ വരുമ്പോൾ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമിതികൾ 4 പേരാണുള്ളത്. മറ്റേതിൽ 6 പേരായിരുന്നു, ഇതിൽ 4 പേരാണ്. അതിൽ അധ്യക്ഷൻ ആരായിരുന്നു? മുഖ്യമന്ത്രി. ഇവിടെ മുഖ്യമന്ത്രിയാണ്, അവിടെ പ്രധാനമന്ത്രിയാണ്. പിന്നെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കർ ഉണ്ട്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ഈ 4 പേരാണ് ഉള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ അധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അതായിരിക്കും. നമ്മളെല്ലാം ഇതിലും പറയുന്ന പോലെ തന്നെ കേട്ടോ. അധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അധ്യക്ഷൻ, അംഗങ്ങൾ എന്നിവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തിന്റെയും ദേശീയത്തിന്റെയും കാര്യത്തിൽ ഒരുപോലെ തന്നെ. അത് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാ? രാഷ്ട്രപതിക്ക്. ഗവർണർക്കാണോ? അല്ല. സംസ്ഥാനത്തിന്റെ കേസിലും ദേശീയത്തിന്റെ കേസിലും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഗവർണർക്ക് അതിൽ അധികാരമില്ല. നിയമിക്കുന്നതിൽ രണ്ടും ഡിഫറൻ്റ് ഉണ്ട്. ദേശീയത്തിന്റെ കേസിൽ രാഷ്ട്രപതിയും സംസ്ഥാനത്തിന്റെ കേസിൽ ഗവർണറുമാണ്. എന്നാൽ നീക്കം ചെയ്യുന്നതിൽ രണ്ടുപേരും ഒന്നാണ്. രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനെയാണ്. അതുപോലെ തന്നെ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാ? സംസ്ഥാന സർക്കാരിനെയാണ്. ദേശീയത്തിന്റെ കേസിൽ ആർക്കായിരുന്നു? കേന്ദ്ര സർക്കാരിനെയാണ്. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന് തലവൻ ആരാ? ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഇൻസ്പെക്ടർ റാങ്കിൽ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിനുള്ള ആളായിരിക്കണം.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സെക്രട്ടറി. മറ്റേൽ സെക്രട്ടറി ജനറൽ. അതുപോലെ തന്നെ ഇവിടെ സെക്രട്ടറി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് വരീന്ദ് പിള്ള. ഓക്കെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്താണ്? തിരുവനന്തപുരം. ഇത്ര കാര്യങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ബന്ധപ്പെട്ട് റിവിഷൻ പോയിന്റിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതൊക്കെ പഠിച്ചൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മറ്റു ടോപ്പിക്കുകളും നല്ല GK, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയ്ക്ക് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നന്നായിട്ട് റിവിഷൻ ചെയ്യുക ഈ സമയങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.